തമിഴ്നാട്ടില് വിജയ് ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ വരവ് കണ്ടാൽ നമ്മൾ കരുതും അടുത്ത എം ജി ആർ ഞാനാണെന്നുള്ള ലെവലാണ്. ഇവരൊക്കെ ചിന്താഗതിയാണ് കേട്ടോ. അത് വളരെ തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ്. ഫാൻസ് എന്ന് പറയുന്നത് അതൊക്കെ ഓക്കെയാണ്. അതൊക്കെ സിനിമ കാണാൻ വേണ്ടി മാത്രമുള്ളൊരു ഫാൻസാണ്. അവർക്ക് ഇവരുടെ രാഷ്ട്രീയത്തോടും താല്പര്യമില്ലാത്തവരാണ്. അപ്പോൾ ഒന്ന് ഉദാഹരണത്തിന് കമലഹാസൻ വന്ന സമയത്ത് എന്തായിരുന്നു ഇവിടെ ഒരു ആരവം. കമലഹാസൻ രാഷ്ട്രീയത്തിലോട്ട് വരുന്നു. ഉലക നായകനാണ്, മനസ്സിലാവും, ഉലക നായകൻ. അത്രത്തോളം ആരാധകരുള്ളൊരു മനുഷ്യൻ. അയാൾ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയിട്ട് എന്താ അങ്ങനെ എത്ര വോട്ടാണ് കിട്ടുന്നത്? 12,000-13,000 വോട്ടൊക്കെയായിരുന്നു കിട്ടിയത് അങ്ങനെ പാർട്ടിക്ക്, മനസ്സിലായി. അപ്പൊ അങ്ങനെ പറഞ്ഞൊരു വർത്താനം എന്താണെന്നറിയോ? തമിഴ് മക്കൾ എന്റെ ജാതിയെ നോക്കുന്നു എന്ന്. അവിടെയും ജാതി വെച്ചിട്ട് അയാൾ കളി കളിക്കാൻ നോക്കി, മനസ്സിലായി. ഇവന്മാർക്കൊക്കെ അനങ്ങിയാ പറയാനുള്ള ജാതിയാണ്. ഇതാണ് ഇവരുടെ രാഷ്ട്രീയം, ജാതി രാഷ്ട്രീയം. പക്ഷെ തമിഴ്നാട്ടുകാരെ എടുത്ത് തൂക്കി വലിച്ചെറിഞ്ഞു, മനസ്സിലായോ? ഈ പറയുന്ന കമലഹാസനെതിരെ നിന്ന് BJP സ്ഥാനാർത്ഥി ജയിച്ചാൽ മനസ്സിലാക്കണം, മനുഷ്യന്മാർക്ക് ജാതിയല്ല വിഷയം. ഇവർക്ക് ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. സിനിമാ നടന്മാർക്ക് അവർക്ക് ആ നടനേ നടക്കുള്ളൂ. ആ നടനം ജീവിതത്തിലോട്ട് കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ വിജയ് വന്നിരിക്കുന്നത്. അപ്പോൾ വിജയനെ കുറെ ആൾക്കാരോട് കേരളത്തിലുണ്ട്. അണ്ണാമലയ്ക്ക് എതിരായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്നൊക്കെ. ഒരു പുല്ലുമില്ല. അണ്ണാമലയ്ക്ക് അവിടെ എതിരെ നിൽക്കാൻ പറ്റിയ ഒരാളൊന്നുമില്ല. കാരണം വിദ്യാഭ്യാസത്തിന്റെ തുലാസ് വെച്ച് നോക്കുകയാണെങ്കിൽ മൂപ്പർ തന്നെയാണ് ആ തൂക്കം നിൽക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ, തമിഴ്നാട്ടിലെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. അവർക്കിപ്പോൾ വേണ്ടത് എന്താണെന്നറിയോ? സിനിമാ നടന്മാരെന്നല്ല, നമ്മുടെ മക്കളുടെ ഭാവി നിയന്ത്രിക്കാൻ കഴിയുന്ന നല്ല ഒരാളെ, അത് നല്ല വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരാളെ വേണമെന്നാണ് അവിടുത്തെ ആളുകൾ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് അണ്ണാമലയൊക്കെ ഈ നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പദയാത്ര നടത്തുമ്പോൾ എത്രത്തോളം ജനങ്ങൾ വരുന്നതും അമ്മമാരൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുന്നത്, കുട്ടികളെ വന്ന് കെട്ടിപ്പിടിക്കുന്നതൊക്കെ കാണുന്നത് നമ്മൾ കണ്ടതല്ലേ? ഇതൊന്നും ഒരു ആക്ടിംഗ് അല്ല, അതൊക്കെ ഓരോ മനസ്സിൽ തോന്നിയിട്ട് വരുന്നതാണ്. ഓരോ അമ്മമാർ പറഞ്ഞേക്കണം, ഞങ്ങൾക്ക് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു നായകനെ കിട്ടിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ വിജയിന്റെ രാഷ്ട്രീയ പാർട്ടി കണ്ടിട്ട് ആരും വരണ്ട. വിജയ്ക്ക് കമലഹാസന്റെ അതേ അവസ്ഥയാണ്. അവസാനം വിജയ് പറയും, നാ ഒരു ക്രിസ്ത്യൻ ആണതിനാളെ എണ്ണ இந்த ஊர் மக்கள் ஏத்துக்கல இந்த மாதிரி இருக்கு நம்ம ஊருன்னு சொல்லிட்டு ഒറ്റ പോക്ക് പോകും. അപ്പൊ അത് കണ്ടിട്ട് കൈയടിക്കുന്നോട് പറയണം, ഒരു ഉണ്ടയില്ല അവിടെ